ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ സ്വിങ് മെഷീൻ ഒരു കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒരു 3-4 പോക്കറ്റൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഒരു വേസ്റ്റ് മെറ്റീരിയലും അതുപോലെ ക്യാൻവാസും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ഞാൻ 2 കളറ് കോട്ടൻ്റെ ക്ലോത്തും അതുപോലെ ക്യാൻവാസും ആണ് ഇതിലെടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് ആദ്യം കട്ട് ചെയ്തിട്ടുള്ളത്. 18-12 ഇഞ്ചാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, നീളവും വീതിയും. അതേ അളവിൽ തന്നെ ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ മെയിൻ ക്ലോത്ത് ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്, യെല്ലോ കളർ വരുന്ന. അപ്പോൾ ഈ ക്ലോത്തും കൂടെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫസ്റ്റ് പീസ് വരുന്നത്. ഇത് ഇതുപോലെ ഫുൾ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ജസ്റ്റ് കോളം പോലെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെയാണ്, അളവ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അളവ് എടുത്തിട്ടുള്ളത് 18-20 ഇഞ്ചാണ് നീളവും വീതിയും എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ അതേപോലെ ക്യാൻവാസിൻ്റെ പീസും അതേ അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 പീസും ഒരുമിച്ച് വെച്ച് സൈഡ് മുഴുവൻ സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ കൂടെ സ്ക്വയർ ടൈപ്പിലും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന പീസ് പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസാണ്. അതിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് നീളത്തിലും 18 ഇഞ്ച് വീതിയിലും ബ്ലാക്ക് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് ചെറിയൊരു ഡിസൈൻ ചേഞ്ച് ഉള്ളൊരു പീസാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. പോക്കറ്റ് ആയതുകൊണ്ട് കുറച്ച് ഡിസൈൻ മാറി നിന്നോട്ടെ എന്ന് കരുതി. അപ്പോൾ ഈ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതും അതുപോലെ സൈഡ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് മെഷീൻ്റെ കവറിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാനുള്ള പീസാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് വരുന്നത് താഴത്തേത് 9 ഇഞ്ചും സൈഡ് ഭാഗം എടുത്തിട്ടുള്ളത് 12 ഇഞ്ചും അതുപോലെ മോൾ ഭാഗം എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചുമാണ്. അതേ അളവ് തന്നെ ക്യാൻവാസും അതുപോലെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ സൈഡിലേക്കുള്ള പീസും കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ 4 സൈഡും ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം സ്ക്വയർ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെൻറ്ററിലും സൈഡിലും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പോക്കറ്റ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ 4 സൈഡും ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അതിന് ശേഷം ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി സെൻറ്ററിലും 2 സൈഡിലും ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി സൈഡ് ജോയിൻറ്റ് ചെയ്യാനുള്ള പീസ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും ജോയിൻ ചെയ്യാനുള്ള പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അത് നമ്മൾ കട്ട് ചെയ്ത അതേ ഷേപ്പിൽ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുകൾ സൈഡ് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 3 പീസും സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ ആദ്യം എടുക്കുന്നത് 18-20 ഇഞ്ച് കട്ട് ചെയ്ത ആ പീസിലാണ് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ പോക്കറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും അടിവശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ 12-18 ഇഞ്ചും കട്ട് ചെയ്ത പീസ്
വെച്ച് കൊടുക്കുക. നല്ല വശം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മോൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം പോക്കറ്റിൻ്റെ പീസിൻ്റെ അടിവശമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. സൈഡൊന്ന് അറ്റം ലോക്കും കൂടെ ചെയ്ത് കൊടുക്കണം. മറ്റേ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ചെറിയ ഗ്യാപ്പ് ഇട്ട് ഒരു 3 സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ വശത്തൊന്ന് ലോക്കും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ പോക്കറ്റിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് നേരത്തെ വെച്ച ആ പീസ് മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡിലെ പീസ് കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡ് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത ആ പീസിൻ്റെ ഇവിടെ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത്. ഇതുപോലെ ഈ രണ്ട് സൈഡിലേക്കും സെൻറ്ററിൽ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. രണ്ട് വശത്തേക്കുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. മറ്റേ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മെഷീൻ കവർ ഇടാനും എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു ഹാൻഡിൽ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ചെറിയ പീസ് ഇതുപോലെ രണ്ട് സൈഡും മടക്കിയിട്ട് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ പീസ് നമുക്ക് കവറിൻ്റെ സൈഡിലെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും. ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത കവറിൻ്റെ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ പീസ് നമ്മൾ നമ്മുടെ കവറിൻ്റെ സൈഡിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്ലാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ പീസ് നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ബോർഡറായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലും അതുപോലെ താഴെ വശത്തും ഇതുപോലെ പീസ് വെച്ച് കൊടുക്കണം. നമ്മൾ കവറിൻ്റെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുകളിലൂടെ വേണം ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സൈഡ് ഭാഗവും അതുപോലെ തന്നെ താഴത്തെ ഭാഗവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സീയിങ് മെഷീൻ്റെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ പോക്കറ്റിൽ നമുക്ക് കത്രിക, ട്രിമ്മർ, ടാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. രണ്ട് സൈഡും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടാനും എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സീയിങ് മെഷീൻ കവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്